അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട ഇതെല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു പ്രഷർ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഏലക്കായ, 2-3 ഗ്രാമ്പു ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, എരിവിന് വേണ്ടിയിട്ട് 4 പച്ചമുളക് കീറിയത്, ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് ബീൻസ് ചെറുതാക്കി അരിഞ്ഞത്, 1 കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത് ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേവാനായിട്ട് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഫ്രഷ് മട്ടർ, കോളിഫ്ലവർ, ബ്രോക്കോളി അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഒരു വിസിൽ വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് 1 കപ്പ് ചിരകിയ തേങ്ങ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഇപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. വെന്ത് ഉടയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി ഇത് അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അത്ര നല്ലൊരു മണമായിരിക്കും ഈ ഒരു കുറുമയ്ക്ക് ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പം, ഇടിയപ്പം ഇതെല്ലാത്തിൻ്റെയും കൂടി അടിപൊളി കോംബോ.